ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ആയ സമയം ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഫിൻ നിഫ്റ്റി ആയാലും എല്ലാം തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്യാപ് ഡൗണിലായിരുന്നു ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഒരു ഹാഫ് ആൻ അവറോളം ഇതൊരു സെല്ലിംഗ് പ്രഷറിലായിരുന്നു. ഞാൻ കൂടുതലായിട്ട് നോക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഞാൻ ഓപ്പൺ ആക്കിയത്. നിഫ്റ്റി ആണെങ്കിലും ഫിൻ നിഫ്റ്റി ആണെങ്കിലും മിഡ് ക്യാപ്പിൻ്റെ ഏത് സെക്ടർ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് ഓപ്പൺ ആയത്. പക്ഷേ ഈ ഒരു സെൽ ഓഫിൽ നമുക്കൊരു എൻട്രി എടുക്കുക എന്ന് പറഞ്ഞത് പെട്ടെന്ന് സാധിക്കാത്ത ഒരു രീതിയിലായിരുന്നു ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ്. എടുത്തവർക്ക് ഒരു പ്രോഫിറ്റ് കിട്ടി കാണും, എന്നാലും പെട്ടെന്ന് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം ഞാൻ 48,600 ഉണ്ടാവുന്ന ഒരു റീട്രേസ്മെൻറ്റിലായിരുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഫാളിലായിരുന്നു എൻ്റെ എൻട്രി ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് ഓപ്പണിംഗ് ആയതിനു ശേഷം ഈ ഒരു 15 മിനിറ്റിൻ്റെ ഒരു ഫാളിന് ശേഷം ഉണ്ടാകുന്ന റീട്രേസ്മെൻറ്റിന് അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഫാളിൽ ആയിരുന്നു ഞാൻ എൻ്റെ എൻട്രി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അത് 48,600 വന്നില്ല. അതിന് മുമ്പ് തന്നെ വീണ്ടും ഫാൾ ആവാൻ തുടങ്ങി. പക്ഷേ അവിടെ ഞാനൊരു ചാടിക്കയറി ഞാനൊരു എൻട്രി എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ നമ്മൾ അനാലിസിസ് പ്രകാരം അല്ലാത്തൊരു എൻട്രി ഞാൻ എടുക്കില്ല. അതായിരുന്നു നമ്മളൊരു തീരുമാനം. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഈ എൻട്രി കിട്ടിയില്ല. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ, അതായത് നമുക്കൊരു എൻട്രി കിട്ടാതിരിക്കുക, ഉദ്ദേശിച്ച ഒരു എൻട്രി കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലൊരു ഫാൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാതിരിക്കുക, ഇങ്ങനെയുള്ളൊരു ദിവസം മാർക്കറ്റിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കിത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് ഓപ്പണായി ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം ഒരു ഫാൾ കഴിഞ്ഞു. ഇനി റീട്രേസ്മെൻ്റ് ആണ് ഉണ്ടാവുക എന്നാണ് നമ്മുടെ അനാലിസിസ്. പക്ഷേ ആ റീട്രേസ്മെൻറ്റും കുറച്ച് സമയം വരെ കണ്ടില്ല. അത് കാരണം പിന്നെ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ കാര്യമായിട്ടുള്ളൊരു റീട്രേസ്മെൻറ്റ് ഒരുപാട് സമയത്തിന് ശേഷമാണ് ചെറിയൊരു ബ്രേക്കൗട്ട്, ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് കണ്ടത്. പക്ഷേ അത് ബ്രേക്കൗട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു 50-ഡേ മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ടുണ്ട്. അതിന് മുകളിലായിട്ട് 1 ഡേ ഡെയിലി ചാർട്ടിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു CE എടുക്കാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല. കാരണം അതുകൂടാതെ എടുക്കാതിരിക്കാണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത്ലി എക്സ്പയറി അടുത്തിരിക്കുകയാണ്. അതായത് ലാസ്റ്റ് വീക്കാണ് ഈ മന്തിലെ. അതുകൊണ്ട് മന്ത്ലി എക്സ്പയറിയുടെ അടുത്തായത് കാരണം പ്രീമിയത്തിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിന് മെൽറ്റ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു കോൾ ഓപ്ഷൻ ഇവിടെ നിന്ന് എടുക്കാൻ ഞാൻ തുനിഞ്ഞില്ല. അത് എൻ്റെ അനാലിസിസ് കറക്റ്റാണ് എന്നുള്ള രീതിയിൽ തന്നെ അവിടുന്ന് ഒരു റീട്രേസ്മെൻറ്റ് വരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് വെറുതെ ആയേനെ. അപ്പോൾ നമ്മൾ ചാടിക്കേറി ഒരു എൻട്രി എടുക്കുന്നതിന് പകരം, അതായത് ഇതിന് ഫോമോ എന്ന് പറയും, നമ്മളെ എൻട്രി ആയല്ലോ, അപ്പോൾ ഇനി അടുത്ത അവസരം എന്തായാലും എടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയൊക്കെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡ് എടുക്കുക എന്നല്ലാതെ അതിലുപരി നമുക്ക് അതിൽ നിന്നൊരു ഗുണം കിട്ടില്ല. നമ്മൾ ട്രേഡ് എടുക്കുന്നത് നമുക്ക് പ്രോഫിറ്റ് കിട്ടാനാണ്. അപ്പോൾ അത് കാര്യമായിട്ട് കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ ചാടിക്കേറി എൻട്രി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതാണ് ഞാൻ ഇന്ന് ചെയ്തത്. ഞാനിവിടെ എൻട്രി എടുത്തില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവിടെ നിന്നൊരു ഫാളായി. ഈ ഒരു ചെറിയ ഫാളിൽ തന്നെ ഇന്ന് നല്ല രീതിയിൽ പ്രീമിയം മെൽറ്റ് ആവും. കാരണം നിയർ എക്സ്പയറിയാണ്. ഇതിന് ശേഷവും മാർക്കറ്റ് ചെറിയ കൺസോൾട്ടേഷനിലാണ് ഇന്ന് അവസാനിച്ചത്. നമുക്കിവിടെ കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയിൽ ഈ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയൊരു അവസരം അല്ലാതെ ഇന്നൊരു അവസരം ആർക്കും കിട്ടിയിട്ട് കാണില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസം നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഈ അവസരം നഷ്ടപ്പെട്ടാൽ നമ്മൾ ട്രേഡ് ചെയ്യണ്ട. നമുക്ക് നാളെ മാർക്കറ്റ് ഉണ്ട്. അതിനുദാഹരണമാണ് ഞാൻ ഇന്നിവിടെ കണ്ട എൻ്റെ പൊസിഷൻ. ഞാൻ ഒരു ട്രേഡും എടുത്തില്ല. കാരണം ഇന്ന് എൻ്റെ അനാലിസിസ് പ്രകാരം ആദ്യത്തെ അവസരം കഴിഞ്ഞു പോയി, അതെനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ വീണ്ടും ഒരു അവസരത്തിന് വെയിറ്റ് ചെയ്തു. വീണ്ടും ഒരു അവസരം ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നില്ല. അതുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്തില്ല. അതുകൊണ്ട് എനിക്കിന്ന് ട്രേഡ് കിട്ടിയില്ല മീൻസ് നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ട്രേഡ് കിട്ടിയില്ലല്ലോ, ഏതെങ്കിലും ഒരു ട്രേഡ് നമ്മൾ എടുക്കണമല്ലോ, ഇൻട്രാഡേ ട്രേഡർ ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മളൊരു ട്രേഡ് എടുത്താൽ നമുക്ക് അത് ഗുണം ചെയ്യില്ല, നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാക്കൂ. മറിച്ച് നമ്മളെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രേഡ് എടുത്താൽ അത് ലാഭത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇൻട്രാഡേ ട്രേഡിൽ നിലനിൽക്കാൻ കഴിയൂ. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഇൻട്രാഡേ ട്രേഡ് വിജയകരമായി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നമ്മൾ ഇൻട്രാഡേ ട്രേഡറാണ് എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഗുണം എന്ന് തോന്നുന്ന ദിവസം മാത്രം അവസരം കിട്ടുന്നു എന്ന്, നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള അവസരം കിട്ടുന്നു എന്ന് തോന്നുന്ന ദിവസം മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ട്രേഡ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇന്ന് മാർക്കറ്റ് ആദ്യത്തെ ഒരു 6 മണിക്കൂറിന് ശേഷം കൂടുതൽ നേരം കൺസോൾട്ടേഷൻ ആയിരുന്നു. അതിന് കാരണം മന്ത്ലി എക്സ്പയറി എന്നുള്ളത് തന്നെ ആയിരിക്കാം.
അത് നമുക്ക് വരും ദിവസങ്ങളെ അറിയൂ. അപ്പം നാളെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ മറ്റന്നാളൊക്കെ മാർക്കറ്റ് ഉണ്ട്, വെയിറ്റ് ചെയ്യാം. നല്ല അവസരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് നാളെ ട്രേഡിങ് പ്ലാൻ ചെയ്യാം. അപ്പം നാളെ നമുക്ക് അവസരമുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.